വെൽക്കം ടു സഫയർ ഫ്യൂച്ചർ അക്കാഡമി ബോർഡ് ബൂസ്റ്റർ സീരീസ്. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്തത് കൂടുതലായിട്ടും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ പറ്റിയും പിന്നെ ഇലക്ട്രിക് ഫീൽഡിനെ പറ്റിയൊക്കെയാണ്. ഈ പറഞ്ഞ ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഓക്കെ, നോക്കാം. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ഫിക്സഡ് ആയ ഒരു ചാർജിനെ വിചാരിക്കുക. ഓക്കെ, പോസിറ്റീവ് ചാർജാണെന്ന് തൽക്കാലം വിചാരിക്കും. അപ്പോൾ ചാർജിന് ചുറ്റും അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിനകത്തുള്ള ഒരു പോയിന്റ് വിചാരിക്കുക. ഒരു ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിനകത്തുള്ള ഒരു പോയിന്റ്. അങ്ങനെയുള്ള പോയിന്റിലാണ് എന്ത് പറയുക? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പറയുക. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ്, ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ആ പോയിന്റ് എവിടെയാണുള്ളത്? ഇൻ ഇലക്ട്രിക് ഫീൽഡ്, ഒരു ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിനകത്താണ് ഉള്ളത്. അപ്പോൾ ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ നിങ്ങളൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ വിചാരിക്കുക. ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഉള്ളത് ഇൻഫിനിറ്റിയിലാണ്. ഇൻഫിനിറ്റിയിൽ നമ്മൾ പൊട്ടൻഷ്യൽ 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇൻഫിനിറ്റിയാണ് നമ്മളെ റെഫറൻസ് ലെവൽ. അവിടെ പൊട്ടൻഷ്യൽ 0 ആണ്. പൊട്ടൻഷ്യൽ അറ്റ് ഇൻഫിനിറ്റി നമ്മൾ 0 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഉള്ളത് ഇൻഫിനിറ്റിയിലാണ്. അപ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിനകത്തുള്ള ഈ പോയിന്റ് ഉണ്ടല്ലോ, ഇൻഫിനിറ്റി മുതൽ അതിനെ ഈ പോയിന്റ് വരെ എത്തിക്കണം. അപ്പോൾ എത്തിക്കുന്ന സമയത്ത് ഈ ചാർജ് എന്താ ചെയ്യുക? ഈ ചാർജും പോസിറ്റീവ് ആണെങ്കിൽ ഇത് അതിനെ റിപ്പൽ ചെയ്യും. അപ്പോൾ ആ റിപ്പൽഷന് എതിരായിട്ട്, ഈ ചാർജിൻ്റെ റിപ്പൽഷന് എതിരായിട്ട് അതിനെ വിടം വരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്തെല്ലാം റിപ്പൽഷൻ അനുഭവപ്പെടൂലേ? അപ്പോൾ അതിനെ വിടം വരെ എത്തിക്കണമെങ്കിൽ, ഈ പോയിന്റ് വരെ എത്തിക്കണമെങ്കിൽ, ഏത് പോയിന്റാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ പോയിന്റ് വരെ എത്തിക്കണമെങ്കിൽ ഈ ചാർജിൻ്റെ റിപ്പൽഷന് എതിരായിട്ടൊരു വർക്ക് ചെയ്യണം അല്ലേ? അപ്പോൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് 1 കുളമ്പിന് ഇൻഫിനിറ്റി മുതൽ ഈ പോയിന്റ് വരെ എത്തിക്കാൻ, ഇലക്ട്രിക് ഫീൽഡിനകത്തുള്ള ഈ പോയിന്റ് വരെ എത്തിക്കാൻ ആവശ്യമായ വർക്ക് ഉണ്ടല്ലോ, ഈ വർക്കാണ് ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇനി അഥവാ ഇതിപ്പോൾ നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ? നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഈ നെഗറ്റീവ് ചാർജ് അതിനെ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ ഈ ചാർജ് തന്നെ അതിനെ കൊണ്ടുവരാൻ ആവശ്യമായ വർക്ക് ചെയ്യും. ഓക്കെ, ഇതിപ്പോൾ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇത് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ റിപ്പൽ ചെയ്യും. അപ്പോൾ ആ റിപ്പൽഷനെതിരായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ അതിനെ ഇൻഫിനിറ്റി മുതൽ ഇവിടെ വരെ എത്തിക്കാനുള്ള, നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റ് വരെ എത്തിക്കാനുള്ള വർക്കാണ് ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇപ്പം ഇൻഫിനിറ്റി മുതൽ ഇവിടെ വരെ എത്തിക്കാനുള്ള വർക്കാണ്, ഇവിടെയുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അപ്പോൾ ഏത് പോയിന്റിലാണോ എത്തിക്കുന്നത് അവിടെയുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ്, ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ആ പോയിന്റ് എവിടെയുള്ള? ഇൻ ഇലക്ട്രിക് ഫീൽഡ്. ഈ ചാർജ് ഇവിടെ ഇല്ലാതെ പൊട്ടൻഷ്യൽ പറഞ്ഞതിൽ ഒരു അർത്ഥവും ഇല്ല. ഈ ചാർജിന്റെ റിപ്പൽഷന് എതിരെ ചെയ്യുന്ന വർക്കാണ്, അല്ലാതെ ഏതെങ്കിലും വർക്കല്ല. ഇവിടെ ഒരു ചാർജ് വേണം, അതിന്റെ റിപ്പൽഷന് എതിരായിട്ട് ചെയ്യുന്ന വർക്കാണ്. ഓക്കെ, സോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഇൻ ഇലക്ട്രിക് ഫീൽഡ്. ഈ ഇലക്ട്രിക് ഫീൽഡിനകത്തുള്ള ഒരു പോയിന്റ്, ആ പോയിന്റിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഇൻ ഇലക്ട്രിക് ഫീൽഡ്. പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ എമൗണ്ട് ഓഫ് വർക്കാണ് റിക്വയർഡ് ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. ഇൻഫിനിറ്റി മുതൽ ഈ പോയിന്റ് വരെ എത്തിക്കാനുള്ള വർക്കാണ് ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പം 1 കുളമ്പിന്റെ സ്ഥാനത്ത് ഒരു Q കുളമ്പ് വിചാരിക്കും. Q കുളമ്പിന് ഇൻഫിനിറ്റി മുതൽ ഇവിടെ വരെ എത്തിക്കാനുള്ള വർക്ക് W ആണെന്ന് വിചാരിച്ചു. അപ്പോൾ W എന്തെന്നാ? W is the work required to bring charge Q from infinity to this point. അപ്പോൾ Q കുളമ്പിന് ഇൻഫിനിറ്റി മുതൽ ഇവിടെ വരെ എത്തിക്കാനുള്ള വർക്കാണ് W. Q കുളമ്പിന് എത്തിക്കാനുള്ള വർക്കാണ് required to bring Q from infinity to this point. Q കുളമ്പിന് എത്തിക്കാനുള്ള വർക്കാണ് W. ഇതിനെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കൂലല്ലോ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കണമെങ്കിൽ ഇത് 1 കുളമ്പായിരിക്കണം. അപ്പോൾ Q കുളമ്പിന് എത്തിക്കാനുള്ള വർക്ക് W. Q കുളമ്പിന് നമുക്ക് Q × 1 കുളമ്പ് എന്ന് എഴുതാം. Q കുളമ്പിന് എത്തിക്കാനുള്ള വർക്കാണ് W. എങ്കിൽ 1 കുളമ്പിന് എത്തിക്കാൻ ആവശ്യമായ വർക്ക്
ഇൻറ്റു ക്യൂ അപ്പുറത്ത് പോയാൽ ബൈ ക്യൂ. അപ്പോൾ ഡബ്ല്യു ബൈ ക്യൂ ആയിരിക്കും. ദിസ് ഈസ് ദ വർക്ക് റിക്വയർഡ് ടു ബ്രിങ് 1 coulomb. വർക്ക് റിക്വയർഡ് ടു ബ്രിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് 1 coulomb ഫ്രം ഇൻഫിനിറ്റി ടു ദിസ് പോയിന്റ്. ഇതിൻ്റെ പേരാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിനോട്ട് ചെയ്യാൻ വി കൊണ്ടാണ്. വി ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നത്? വർക്ക് റിക്വയർഡ് ടു ബ്രിങ് ക്യൂ കുളമ്പ് ഫ്രം ഇൻഫിനിറ്റി ടു ദിസ് പോയിന്റ് ആണ് ഡബ്ല്യു. ക്യൂ കുളമ്പിന് എത്തിക്കാനുള്ള വർക്ക് ഡബ്ല്യു എങ്കിൽ 1 കുളമ്പിന് എത്തിക്കാൻ ഡബ്ല്യു ബൈ ക്യൂ. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എന്താ വന്നത്? ഡബ്ല്യു ബൈ ക്യൂ ആണ്. ഇതിന്റെ എസ് ഐ യൂണിറ്റ് എന്ത് വരും? വർക്കിന്റെ യൂണിറ്റ് ജൂൾ ആണ്, ചാർജ് കുളമ്പാണ്, ജൂൾ പെർ കുളമ്പ്. ഇതിനെ വിളിക്കുന്ന പേരാണ് വോൾട്ട്. ഓക്കെ, ഇതിന്റെ ഡയമെൻഷണൽ ഫോമുല എന്ത് വരും? വർക്കിന്റെ ഡയമെൻഷണൽ ഫോമുല ml² T⁻² എന്നാണ് വർക്കിൻ്റെത്. ബൈ ചാർജിൻ്റെത് നമ്മൾ മുന്നേ പറഞ്ഞു 80 എന്നാണ്. അപ്പോൾ ഇത് ml² T⁻³ ആവും, A⁻−1 ആവും പൊട്ടൻഷ്യലിന്റെ ഡയമെൻഷൻ ഫോമുല. ഇനി പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 1 കുളമ്പിനെ ഇൻഫിനിറ്റി മുതൽ ഇവിടെ വരെ എത്തിക്കാനുള്ള വർക്കല്ലേ, അതൊരു വർക്കാണ്. വർക്ക് എന്ന് പറയുമ്പോൾ അത് സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. പൊട്ടൻഷ്യൽ ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഇലക്ട്രിക് ഫീൽഡും ഒക്കെ വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരുന്നു. പക്ഷേ പൊട്ടൻഷ്യൽ സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഇനി എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ അറ്റ് ഇൻഫിനിറ്റി ഞാൻ പറഞ്ഞു 0 ആണ്. ഇൻഫിനിറ്റിയിൽ പൊട്ടൻഷ്യൽ നമ്മൾ 0 ആയിട്ട് എടുക്കുക. എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയാ ഈ ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡിനകത്തുള്ള 2 പോയിന്റ് തമ്മിലാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയാം. ഇപ്പോൾ ഈ 2 പോയിന്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ 1 കുളമ്പിന് യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എത്തിക്കണം. കാരണം ഇവിടെ ഒരു ചാർജ് ഉണ്ട്. ഈ ചാർജ് ഇല്ലാതെ ഇത് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. ഈ ചാർജ് ഇവിടെ, ഈ ചാർജ് അതിനെ എന്ത് ചെയ്യുന്നു? റിപ്പൽ ചെയ്യുന്നു. ആ റിപ്പൽഷനെതിരെ വർക്ക് ചെയ്യുന്നു. 1 കുളമ്പിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എത്തിക്കാൻ ഓക്കെ വർക്ക് ചെയ്യുന്നു. ആ വർക്കിന്റെ പേരാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ എന്താ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്, ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഇൻ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിനകത്തുള്ള 2 പോയിന്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ദ വർക്ക് റിക്വയർഡ് ടു ബ്രിങ് a unit positive charge from one point to another point. Work required to bring unit positive charge from one point to another point. ഇതിന്റെയും ഫോമുല പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഫോമുല ഇത് തന്നെ വരിക ഡബ്ല്യു ബൈ ക്യൂ. അങ്ങനെ വരുന്നത് 1 കുളമ്പിനെ എത്തിക്കാനുള്ള വർക്കല്ലേ, ഈ വർക്കിന്റെ പേര് ഒരു പോയിന്റ് മറ്റൊരു പോയിന്റിലേക്കുള്ള വർക്കല്ലേ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പൊ ഇങ്ങനെ എഴുതുക, ക്യൂ കുളമ്പിനെ നേരത്തെ പറഞ്ഞ പോലെ ക്യൂ കുളമ്പിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എത്തിക്കാനുള്ള വർക്ക് നേരത്തെ ഫ്രം ഇൻഫിനിറ്റി ആണ് പറഞ്ഞത്. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡിനകത്തുള്ള ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ക്യൂ കുളമ്പിനെ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള വർക്ക് ഡബ്ല്യു ആണെങ്കിൽ 1 കുളമ്പിന് ക്യൂ കുളമ്പിനെ എത്തിക്കാനുള്ള വർക്ക് ഡബ്ല്യു ആണെങ്കിൽ 1 കുളമ്പിനെ എത്തിക്കാൻ ഡബ്ല്യു ബൈ ക്യൂ. അതുപോലെ തന്നെ നേരത്തെ വരിക. അപ്പോൾ പക്ഷേ ഇത് ഫ്രം 1 പോയിന്റ് ടു അനദർ പോയിന്റ് ആണ്. അപ്പോൾ ഇതിന്റെ പേര് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ എമൗണ്ട് ഓഫ് വർക്ക് റിക്വയർഡ് ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം 1 പോയിന്റ് ടു അനദർ പോയിന്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്, ഒരു പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. സോ നമ്മളിവിടെ ഒരു പോയിന്റ് ചാർജ് കൺസിഡർ ചെയ്യുന്നു, ഫിക്സഡ് പോയിന്റ് ചാർജ്. ഇത് ഒറിജിനലാണുള്ളത്. ഓക്കെ, ഈ ഇവിടെയുള്ള ഒരു പോയിന്റ് എടുക്കുക, പി എന്ന് പറഞ്ഞ ഒരു പോയിന്റ്. ആ പോയിന്റിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വി വാണ്ട് ടു ഫൈൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് പി. ഈ ഡിസ്റ്റൻസ് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ R എടുത്തു. ഇവിടെയുള്ള ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന സംഭവം എന്താണ്? പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ സംഭവം എന്താണ്? യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് 1 കുളമ്പിനെ ഇൻഫിനിറ്റി മുതൽ ഇവിടെ വരെ എത്തിക്കാനുള്ള വർക്ക് കണ്ടുപിടിക്കുക. 1 കുളമ്പിനെ ഇൻഫിനിറ്റി മുതൽ ഇവിടെ വരെ എത്തിക്കാനുള്ള വർക്ക് കണ്ടുപിടിക്കുക. ഓക്കെ, വർക്ക് കാണേണ്ട ഫോമുല Fs cos θ എന്നാണ്. അടുക്കട്ടെ, ഈ ഫോമുല ഉപയോഗിച്ച് നേരിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഫോഴ്സ് കോൺസ്റ്റന്റ് ആയിരിക്കണം. ഫോഴ്സ് കോൺസ്റ്റന്റ് ആയിരിക്കണം. പക്ഷെ ഇവിടെ
1 കുളമ്പിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 1 കുളമ്പിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആവശ്യമായ വർക്കല്ലേ കണ്ടുപിടിക്കേണ്ടത്. 1 കുളമ്പ് ഇവിടെയാണെങ്കിൽ ഈ ചാർജ് പോസിറ്റീവ് ചാർജാണെന്ന് വിചാരിച്ചോ, ഇത് അതിനെ റിപ്പൽ ചെയ്യുന്നു. ഇവിടെയുള്ള ഫോഴ്സായി 1 കുളമ്പിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരില്ല, അങ്ങനെ പി വരെ കൊണ്ടുവരണം. അതിനാവശ്യമായ വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 1 കുളമ്പ് കുറച്ചുകൂടി ഇങ്ങോട്ട് എത്തിയാലോ, കുറച്ചുകൂടി അടുത്തേക്ക് വരുമ്പോൾ ഫോഴ്സ് കൂടും അല്ലേ. ഇവിടെയുള്ള ഫോഴ്സ് ആയിരിക്കില്ല ഇവിടെ, ഇത് കാരണം അതിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് ഉണ്ടാവില്ലേ. ഇവിടെയുള്ള ഫോഴ്സ് ആയിരിക്കില്ലല്ലോ ഇവിടെ, അടുത്തേക്ക് വരുന്നതോറും ഫോഴ്സ് കൂടൂലേ. അപ്പോൾ ഫോഴ്സ് വേരിയബിളാണ്. ഈ ഫോഴ്സ് വേരിയബിളാണ്. ഫോഴ്സ് വേരിയബിൾ ആണെങ്കിൽ എങ്ങനെ വർക്ക് കാണാം? ഫോഴ്സ് വേരിയബിൾ ആണെന്ന് മനസ്സിലായി. ഫോഴ്സ് വേരിയബിൾ ആകുമ്പോൾ ആദ്യം ചെറിയൊരു വർക്ക് കണ്ടുപിടിക്കണം, സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക്, ചെറുതായിട്ട് ഇതിനെ മൂവ് ചെയ്യിക്കാനുള്ളൊരു വർക്ക്. ഓക്കെ, സ്മോൾ വർക്ക് കണ്ടിട്ട് ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെ ഇതിനെ 1 കുളമ്പിനെ മൂവ് ചെയ്യിക്കാൻ ആവശ്യമായ വർക്ക് കണ്ടുപിടിക്കണം. സ്മോൾ വർക്ക് കാണണം. എന്നിട്ട് ആ സ്മോൾ വർക്കിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് വേണം ടോട്ടൽ വർക്ക് കാണാൻ. ആ മെത്തേഡ് ചെയ്യുന്നത് ഇവിടെയുള്ള ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വേരിയബിൾ ആയതുകൊണ്ടാണ്. ഫോഴ്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നേരിട്ട് ഈ ഫോർമുല ഉപയോഗിച്ചായി. ഫോഴ്സ് വേരിയബിൾ ആകുമ്പോൾ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് കണ്ടിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് വേണം ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ പി എന്ന് പറയുന്ന ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ്. എന്ന് വെച്ചാൽ 1 കുളമ്പിനെ ഇൻഫിനിറ്റി മുതൽ ഈ പോയിന്റ് വരെ എത്തിക്കാനുള്ള വർക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമ്മൾ 1 കുളമ്പിനെ ആദ്യം ഇവിടെ ഒരു പോയിന്റിൽ വെച്ചു, യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇവിടെ വെച്ചു. ഇത് ഒറിജിനിലുള്ളത്. ഇവിടെ മുതൽ അവിടെ വരെയുള്ള പൊസിഷൻ വെക്ടർ ഞാൻ എക്സ് വെക്ടർ നടത്തും. പൊസിഷൻ വെക്ടർ മെഷർ ചെയ്യുക ഒറിജിനിൽ നിന്ന് അങ്ങോട്ടേക്കല്ലേ. ഇതാണ് അതിൻ്റെ പൊസിഷൻ വെക്ടറായത്. ഇവിടെ മുതൽ അവിടെ വരെയാണ് വരക്കേണ്ടത്, ഞാൻ ഇവിടെ കാണിച്ചെന്നുള്ളൂ പൊസിഷൻ വെക്ടർ. അപ്പോൾ ഈ ചാർജ് 1 കുളമ്പിനെ റിപ്പൽ ചെയ്യുന്നു. ആ റിപ്പൽഷനെതിരെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിലുള്ള ഫോഴ്സ് എത്ര വരും? എഫ് ഈക്വൽ ടു, ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? 1/4πε0 Q1 Q2/r². Q1 എന്ന് പറയുമ്പോൾ Q ആണ്, ഇൻറ്റു Q2 എന്ന് പറയുമ്പോൾ ഇത് 1 കുളമ്പാണ്. Q1 Q2/r². ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് r അല്ല എക്സ് ആണ്, x². സോ 1/4πε0 Q/x² ആണ് ഇത് അതിനെ റിപ്പൽ ചെയ്യുന്ന ഫോഴ്സ്. ആ ഫോഴ്സിനെതിരെ ഈ 1 കുളമ്പിനെ ഇവിടെ എ എന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ നിന്ന് ബി എന്ന് പറഞ്ഞൊരു പോയിന്റിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ 1 കുളമ്പിനെ ഈ ഫോഴ്സിനെതിരെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെതിരെ ഫോഴ്സ് അപ്ലൈ ആണ്. ആ മിനിമം ആ ഫോഴ്സ് എത്രയാണോ അത്ര ഫോഴ്സ് എങ്കിലും നമ്മൾ ആ ഫോഴ്സിനെതിരെയല്ലേ വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മുതൽ ഇവിടെ വരെയാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ സോ ഫോഴ്സും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും സെയിം ഡയറക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും സെയിം ഡയറക്ഷനിലായതുകൊണ്ട് 1 കുളമ്പിനെ ഇവിടെ മുതൽ ഇവിടെ വരെ എത്തിക്കാനുള്ള വർക്ക്, സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ടു ബ്രിങ്, ഈ ഡിസ്പ്ലേസ്മെന്റ് ഞാൻ ഡെൽറ്റ എക്സ് എന്ന് വിളിച്ചു. ഡെൽറ്റ എക്സ്, എ സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ടു ബ്രിങ് 1 കുളമ്പ് ഫ്രം എ ടു ബി. 1 കുളമ്പിനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ സ്മോൾ വർക്കെല്ലാം കണ്ടുപിടിക്കുന്നതിനാ ഫോഴ്സ് എന്തായതുകൊണ്ട് വേരിയബിൾ. ഇവിടെയുള്ള ഫോഴ്സ് ആയിരിക്കില്ല ഇവിടെ, ഫോഴ്സ് ഇങ്ങോട്ട് വരുന്നതിനനുസരിച്ച് മാറും അല്ലേ. അപ്പോൾ ഈ 1 കുളമ്പിനെ എ മുതൽ ബി വരെ എത്തിക്കാനുള്ള സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക്, ഈ ഫോഴ്സും നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും സെയിം ഡയറക്ഷനാണ്. സോ തീറ്റ 0 ഡിഗ്രിയാണ്, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ തീറ്റ 0 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് DW, സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് എന്തിന്? ടു ബ്രിങ് 1 കുളമ്പ് ഫ്രം എ ടു ബി, എ മുതൽ ബി വരെയുള്ള സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക്. സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് FS കോസ് എന്ന് എഴുതാം അല്ലേ. ഫോഴ്സിന് വരെ ഇത് കൊടുക്കുക, ഇത്ര ഫോഴ്സ് തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എടുക്കുമ്പോൾ ഡെൽറ്റ എക്സ് അല്ലേ, അത് നെഗറ്റീവ് ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിന്റെ പൊസിഷൻ വെക്ടർ എക്സ് ഇവിടെ മുതൽ ഇവിടെ വരെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിന്റെ പൊസിഷൻ വെക്ടർ എക്സ് ഡാഷ്. അപ്പോൾ ഡെൽറ്റ എക്സ് എങ്ങനെയാണ്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ പൊസിഷൻ വെക്ടർ തമ്മിലുള്ള ചേഞ്ചാണ്. എന്ന് പറഞ്ഞാൽ എക്സ് ഡാഷ് വെക്ടർ മൈനസ് എക്സ് വെക്ടർ, ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ, ആ രൂപത്തിലല്ലേ വരിക. അങ്ങനെയാകുമ്പോൾ ഇത് കുറവും ഇത് കൂടുതലല്ലേ, അപ്പോൾ അത് നെഗറ്റീവ് ആവും. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ നെഗറ്റീവ് ഡെൽറ്റ എക്സ് എടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ അപ്പം ഫോഴ്സ് എഫ്, ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് ഡെൽറ്റ എക്സ്, പിന്നെ ഈ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ്, ഈ ഫോഴ്സ് ചെയ്യുന്ന വർക്കല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് സെയിം ഡയറക്ഷനാണ്. സോ cos 0 1, സോ മൈനസ് എഫിന് വരെ ഇത് കൊടുക്കുക 1/4πε0 Q/x² ഇൻറ്റു ഡെൽറ്റ എക്സ്.
ഓക്കെ, ഇതാണ് സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് റിക്വയർഡ് ടു ബ്രിങ് 1 കുളമ്പ്. സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ടു ബ്രിങ് 1 കുളമ്പ് ഫ്രം എ ടു ബി. 1 കുളമ്പിനെ എയിൽ നിന്ന് ബിയിൽ എത്തിക്കാനുള്ള സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ആയത്. ഇനി ദർഫോർ ടോട്ടൽ എമൗണ്ട് ഓഫ് വർക്ക് ടു ബ്രിങ് 1 കുളമ്പ്. നമ്മളിവിടെ എ ബി എന്നുള്ള 2 പോയിന്റ് എടുത്തത് നമുക്ക് ശരിക്ക് ഇൻഫിനിറ്റി മുതൽ പി വരെ കൊണ്ടുവരണം. 1 കുളമ്പിനെ ഇൻഫിനിറ്റി മുതൽ പി വരെ കൊണ്ടുവരണം. പക്ഷേ ഫോഴ്സ് വേരിയബിൾ ആയതുകൊണ്ടാണ് ഓരോ സ്ഥലത്തും ഓരോ ഫോഴ്സ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം അതിൻ്റെ 2 ഇൻഫിനിറ്റിൻ്റെ ഈ പോയിന്റിൻ്റെ ഇടയിൽ ചെറിയൊരു സ്ഥലം എടുത്തിട്ട് ഒരു ചെറിയൊരു സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് കണ്ടു. 1 കുളമ്പിനെ ചെറുതായിട്ട് മൂവ് ചെയ്യാനുള്ള ഒരു സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് കണ്ടു. ഇനി ടോട്ടൽ വർക്ക് കാണാൻ ടോട്ടൽ വർക്ക് റിക്വയർഡ് ടു ബ്രിങ് 1 കുളമ്പ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു പോയിന്റ് പി. ഇൻഫിനിറ്റി മുതൽ പി വരെയുള്ള ടോട്ടൽ വർക്ക് കാണണമെങ്കിൽ ഇന്റഗ്രൽ ഡി ഡബ്ല്യു എടുക്കണം. സോ ഇന്റഗ്രൽ -1/4πε0 Q/x². ഇനി ഈ ഡിസ്പ്ലേസ്മെന്റ് ഞാൻ ഡി എക്സ് എടുക്കും. സോറി, ഡി എക്സ് ഡെൽറ്റ എക്സിന് വരാൻ ഡി എക്സ് കൊടുക്കും. സോ ഡിഫറൻഷ്യൽ ഫോമിലെ Q/x² dx വരും. ഇതിൽ ഈ ക്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഇവിടുത്തെ വേരിയബിൾ ആരാണ്? എക്സ് ആണ്. കാരണം എവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ്? ഈ ക്യൂ മുതൽ 1 കുളമ്പ് വരെയുള്ള ഈ ഡിസ്റ്റൻസ് അല്ല എക്സ്. അപ്പോൾ 1 കുളമ്പ് ഇങ്ങോട്ട് വരുന്നതിനനുസരിച്ച് അപ്പോൾ ക്യൂ മുതൽ ഇങ്ങനെ ഓർമ്മിച്ചേ, ക്യൂ മുതൽ 1 കുളമ്പ് വരെയാണ് എക്സ്. ക്യൂ മുതൽ 1 കുളമ്പ് വരെയാണ് എക്സ്. അപ്പോൾ 1 കുളമ്പ് കുറച്ചുകൂടി ഇങ്ങോട്ട് എത്തിയാലോ? ഇങ്ങോട്ട് എത്തിക്കല്ലേ, അങ്ങനെ പി വരെ എത്തിക്കൂല നമ്മൾ. അപ്പോൾ 1 കുളമ്പ് കുറച്ചുകൂടി ഇങ്ങോട്ട് എത്തിയാൽ ഇവിടെ മുതൽ ഇവിടെ വരെയല്ലേ എക്സ്. 1 കുളമ്പ് കുറച്ചുകൂടി ഇങ്ങോട്ട് എത്തിയാലോ? ഇവിടെ മുതൽ അവിടെ വരെയല്ലേ എക്സ്. അപ്പോൾ ഇത് ഇങ്ങനെ വരുന്നതിനനുസരിച്ച് എക്സ് ഇങ്ങനെ വേരി ചെയ്യും. അപ്പോൾ എക്സ് ആണ് ഇവിടുത്തെ വേരിയബിൾ. സോ -1/4πε0 Q ടേക്ക് ഔട്ട് സൈഡ്. ക്യൂ എന്ന് പറഞ്ഞാൽ ഈ ചാർജാണ്. ഇൻറ്റു 1/x² dx ആയി. അപ്പോൾ ഇവിടുത്തെ വേരിയബിൾ എക്സ് ആണ്. എക്സിനാണ് നമ്മൾ ലിമിറ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, എക്സിന് ലിമിറ്റ് കൊടുക്കണം. അപ്പോൾ ഇവിടെ നോക്കൂ, എക്സ് എന്ന് വെച്ചാൽ 1 കുളമ്പിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. 1 കുളമ്പ് ആദ്യമുള്ളത് ഇൻഫിനിറ്റിയിലാണ്. ഇൻഫിനിറ്റി മുതലാണ് കൊണ്ടുവരേണ്ടത്. ശരിക്കും കൊണ്ടുവരും. ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി മുതലാണ്. 1 കുളമ്പ് ആദ്യമുള്ളത് ഇൻഫിനിറ്റിയിലാണ്. 1 കുളമ്പിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഈ 1 കുളമ്പിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ്. അപ്പോൾ 1 കുളമ്പിലേക്കുള്ള ഡിസ്റ്റൻസ്, 1 കുളമ്പ് ആദ്യം ഇൻഫിനിറ്റിയിലാണ്, അവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ്. ഇവിടെ മുതൽ 1 കുളമ്പ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ്. എക്സ് ആദ്യത്തിൽ, അത് ആദ്യം ഇൻഫിനിറ്റിയിലാണ്. അപ്പോൾ ഇൻഫിനിറ്റിയിലുള്ളത്. അപ്പോൾ അങ്ങനെ 1 കുളമ്പ് വന്ന് ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ മുതൽ അവിടെ വരെയാണ് എക്സ്. അങ്ങനെ ലാസ്റ്റ് നമുക്ക് 1 കുളമ്പിനെ ഇവിടെ വരെ എത്തിക്കണം. ലാസ്റ്റ് 1 കുളമ്പ് ഇവിടെ എത്തും. ഇവിടം വരെ എത്തിക്കാനുള്ള വർക്കല്ലേ വേണ്ടത്. അപ്പോൾ 1 കുളമ്പ് ഇവിടെ എത്തിയാൽ ഇവിടെ മുതൽ 1 കുളമ്പ് വരെയല്ലേ എക്സ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 6 ആയി. അപ്പോൾ ആദ്യം എക്സ് എത്രയാ? ഇൻഫിനിറ്റിയാണ്. അവസാനം 1 കുളമ്പ് പിയിലെത്തി. പി വരെ എത്തിക്കാനുള്ള വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അവസാനം 1 കുളമ്പ് പിയിലെത്തി. അപ്പോൾ പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ്. അപ്പോൾ എക്സ് ഈക്വൽ 6 ആയി. സോ ഇനീഷ്യലി എക്സ് ഇൻഫിനിറ്റി ആണ്, ഫൈനലി എക്സ് ഈക്വൽ ടു 6 ആണ്. ഓക്കെ, അപ്പോൾ എക്സിന്റെ ലിമിറ്റ് ഇൻഫിനിറ്റി ടു 6 ആണ്. ഓക്കെ, സോ ഇന്റഗ്രൽ 1/x² dx എന്ന് പറയുമ്പോൾ എന്താ വരിക? ഇത് ഇന്റഗ്രൽ x⁻² dx വരും അല്ലേ? -2 ആയി. ഇതിന്റെ ആൻസർ എന്തേനു? x⁻n+1/n+1 അങ്ങനെയല്ലേ? സോ -2 + 1/-2 + 1 ഇങ്ങനല്ലേ വരിക ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ? സോ x⁻1/-1 വരും. ഈ മൈനസ് മുകളിൽ എഴുതിയാൽ -x⁻1/1 അതേതുണ്ടല്ലോ. സോ -x⁻1 എന്ന് പറഞ്ഞാൽ 1/x. സോ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്നത് -1/x ആണ്. സോ ഈ ടേമിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമ്മുടെ ആൻസർ -1/x ആണ്. സോ ഈ വർക്ക് എന്ന് വെച്ചാൽ -1/4πε0 Q ഇൻറ്റു ഇതിൻ്റെ ആൻസർ -1/x ആണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ ആൻസറായി ലിമിറ്റ് ഇൻഫിനിറ്റി ടു 6 ആണ്. ഓക്കെ, ഈ മൈനസ് പ്ലസ് ആയി. സോ 1/4πε0 Q ഇൻറ്റു 1, ഇത് മൈനസ് പ്ലസ് ആയി പോട്ടെ. ഇനി എക്സിന് പകരം ആദ്യം 6 കൊടുക്കുക. അപ്പോൾ 1/r മൈനസ് എക്സിന് പകരം ഇൻഫിനിറ്റി കൊടുക്കുക, 1/∞. ഓക്കെ, 1/r -1, ഈ മൈനസിൻ്റെ മൈനസ് പ്ലസ് ആയി, അതുകൊണ്ട് ഇങ്ങനെ ഇതെല്ലാം പോയി. അപ്പോൾ 1/r എക്സിന് പകരം 6, 1/r -1/∞. 1/∞ 0 ആണ്. ഓക്കെ, സോ വർക്ക് ഈക്വൽ ടു ഇത് 0 ആയി പോകും. സോ 1/4πε0 Q/r ആവും. ഇതാണ് നമ്മുടെ 1 കുളമ്പിനെ ഇൻഫിനിറ്റി മുതൽ പി വരെ എത്തിക്കാൻ ആവശ്യമായ വർക്ക്. ഈ ചാർജിൻ്റെ
റിപ്പൽഷന് എതിരായി ചെയ്യുന്ന വർക്ക്. ഓക്കെ, ഈ വർക്കാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഏത് പോയിന്റിലാണ് നമ്മൾ 1 കൂളമ്പിനെ കൊണ്ടുവന്നത്? ഈ പോയിന്റിലാണ് അല്ലേ? സോ പി എന്ന് പറയുന്ന പോയിന്റിലാണ്, പോയിന്റ് പിയിലാണ് അത് ഞാൻ എത്തിച്ചത്. സോ ദിസ് വർക്ക് ഈസ് ഈ വർക്കാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് പി. ദിസ് വർക്ക് ഈസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് പി. പൊട്ടൻഷ്യലിനെ ഡിനോട്ട് ചെയ്യുക വി കൊണ്ടാണ്, വി. സോ ദിസ് വർക്കാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് പി. ആ പിയിലുള്ള അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ 1/4πε0 Q/R. ഇതാണ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് ചാർജ്. ഇവിടെ ഒരു പോയിന്റ് ചാർജ് വെച്ചാൽ R ഡിസ്റ്റൻസ് അകലെയുള്ള പൊട്ടൻഷ്യൽ ആയത്. എന്താണ് പൊട്ടൻഷ്യൽ? 1 കൂളമ്പിനെ ഇൻഫിനിറ്റി മുതൽ ഈ പോയിന്റ് വരെ എത്തിക്കാൻ വേണ്ടി ഈ ചാർജ്, ഇവിടെയുള്ള ചാർജിന്റെ റിപ്പൽഷന് എതിരായി ചെയ്യുന്ന വർക്കായത്. ദിസ് വർക്ക് ഈസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് പി. സോ ഒരു പോയിന്റ് ചാർജ് ഉണ്ട് ഇവിടെ, ജസ്റ്റ് പോയിന്റ് ചാർജ്. ഇതിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെയുള്ള പൊട്ടൻഷ്യൽ. ഫോർമുല 1/4πε0 Q/R. ഇതാണ് ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് 1 കൂളമ്പിനെ ഇൻഫിനിറ്റി മുതൽ ഈ പോയിന്റ് വരെ എത്തിക്കാൻ വേണ്ടി ഈ ചാർജിന്റെ അവിടെ ഈ ചാർജാണ് ഫോർമുലയിൽ വന്നത് കേട്ടോ. ഈ ചാർജിന്റെ റിപ്പൽഷന് എതിരായി ചെയ്യുന്ന വർക്കാണ്. ഇതില്ലെങ്കിൽ പൊട്ടൻഷ്യൽ പറഞ്ഞാൽ അർത്ഥമില്ല. ഓക്കെ, യെസ്, ഇതാണ് ആ പോയിന്റിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഫോർമുല. ഇനി പൊട്ടൻഷ്യൽ എഴുതുന്ന സമയത്ത് ഇവിടെ നമ്മളിപ്പോൾ ഈ കേസിൽ ഇവിടെ ഉള്ളത് പോസിറ്റീവ് ചാർജാണ്. പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ പൊട്ടൻഷ്യൽ എങ്ങനെയാ പറയാ? പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇൻഫിനിറ്റിന്ന് കൊണ്ടുവരുന്ന സമയത്ത് ഇവൻ എന്ത് ചെയ്യും? ഈ ചാർജ് അതിനെ റിപ്പൽ ചെയ്യും. ആ റിപ്പൽഷന് എതിരായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആ വർക്കാണ് ഇവിടെയുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അതിന്റെ ഫോർമുല ഇങ്ങനെയാണ്. അഥവാ ഇവിടെയുള്ളത് നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ? നെഗറ്റീവ് ചാർജിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെയുള്ള ഇവിടെയുള്ള പൊട്ടൻഷ്യൽ കാണണം. ഈ ചാർജ് നെഗറ്റീവ് ചാർജ് ആണെങ്കിലേ, നെഗറ്റീവ് ചാർജ് 1 കൂളമ്പിനെ എന്താ ചെയ്യുക? യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ എന്താ ചെയ്യുക? അട്രാക്ട് ചെയ്യും. ഇവനെ അട്രാക്ട് ചെയ്യും. നേരത്തെ കേസിൽ ഇത് റിപ്പൽ ചെയ്യും. ആ റിപ്പൽ ചെയ്യുന്നതുകൊണ്ട് റിപ്പൽഷന് എതിരായിട്ട് വർക്ക് ചെയ്യണം. ഈ കേസിൽ ഇത് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇത് അതിനെ അട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ചാർജ് തന്നെയാണ് അതിനെ, ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇവിടം വരെ എത്തിക്കാനുള്ള വർക്ക് ചെയ്യുന്നത്. ഇവിടം വരെ എത്തിക്കാനുള്ള വർക്ക് ചെയ്യുന്നത് ഈ ചാർജ് തന്നെയാണ്. ഈ ചാർജ് തന്നെ അതിനെ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരികയാണ്. നേരത്തെ ഇതിന്റെ റിപ്പൽഷൻ എതിരായിട്ട് വർക്ക് ചെയ്യണം. അതൊക്കെ കേസിലാണ് ഇത് പോസിറ്റീവ് പൊട്ടൻഷ്യൽ. നെഗറ്റീവ് ചാർജ് ആകുമ്പോൾ നെഗറ്റീവ് ചാർജ് ഇതിനെ അട്രാക്ട് ചെയ്യും. അട്രാക്ട് ചെയ്ത് ഇവിടെ എത്തിക്കും. അപ്പൊ ഈ ചാർജ് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അത്തരം കേസിൽ നമ്മൾ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആയിട്ടുണ്ട്. -1/4πε0 Q/R വരിക. എന്ന് വെച്ചാൽ ഇവിടെ ചാർജിന്റെ റിപ്പൽഷൻ എതിരായിട്ട് എക്സ്റ്റേണൽ ഏജന്റ് വർക്ക് ചെയ്യണം. ഇവിടെ അതിനെ എത്തിക്കാനുള്ള വർക്ക് ഈ ചാർജ് തന്നെ ചെയ്യും. അപ്പൊ ആ കേസിൽ പൊട്ടൻഷ്യൽ നെഗറ്റീവ് എടുക്കണം. ചുരുക്കി പറഞ്ഞാൽ പോസിറ്റീവ് ചാർജിന്റെ കേസിൽ പൊട്ടൻഷ്യൽ പോസിറ്റീവായിട്ടും നെഗറ്റീവ് ചാർജിന്റെ കേസിൽ പൊട്ടൻഷ്യൽ നെഗറ്റീവായിട്ടും എടുക്കണം. പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ പോസിറ്റീവ് ആയിട്ടും നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ നെഗറ്റീവ് ആയിട്ടും തന്നെ എടുക്കണം പൊട്ടൻഷ്യൽ. ഓക്കെ, യെസ്. ഇനി നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരു Q എന്നുള്ളൊരു ചാർജ് ഉണ്ട്. ഇതിൽ എ എന്ന് പറയുന്ന പോയിന്റ് ഉള്ളത്, എ എന്ന് പറയുന്നൊരു പോയിന്റ് ആയിരിക്കാം. ആ പോയിന്റ് ഉള്ളത് R1 ഡിസ്റ്റൻസിലാണ്. ഈ പോയിന്റ് R1 ഡിസ്റ്റൻസിലുള്ളത്. അവിടെയുള്ള പൊട്ടൻഷ്യൽ എത്ര വരും? പൊട്ടൻഷ്യൽ അറ്റ് എ. പൊട്ടൻഷ്യലിന്റെ ഫോമിൽ ഇപ്പം പഠിച്ചേ 1/4πε0 Q/R. സോ 1/4πε0 Q/ ഇവിടെ ചാർജ് Q ആണ്, ഡിസ്റ്റൻസ് R1 ആണ്. Q/R1 ആണ് അവിടെയുള്ള പൊട്ടൻഷ്യൽ. ഇതാണ് അവിടെയുള്ള, ഇത് പോസിറ്റീവ് ചാർജ് ആയിട്ട് എടുത്ത തൽക്കാലം. ഇതാണ് അവിടെയുള്ള പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? 1 കൂളമ്പിനെ ഇൻഫിനിറ്റി മുതൽ ഇവിടെ വരെ ഈ പോയിന്റ് വരെ എത്തിക്കാനുള്ള വർക്കായത്. ആ വർക്കാണല്ലോ ഇത്. ഓക്കെ, ഇനി ബി എന്ന് പറഞ്ഞൊരു വേറെ പോയിന്റ് എടുത്തു. ഈ ഡിസ്റ്റൻസ് R1 ആണ്. ബി എന്ന് പറയുന്ന വേറൊരു പോയിന്റ്. ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ R2 എന്ന് വിളിച്ചു. അങ്ങനെയാണ് ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എത്ര? VB. പൊട്ടൻഷ്യൽ അറ്റ് ബി, ഡിസ്റ്റൻസ് R2 ആണ്. ഇതിൽ 1/4πε0 Q/R2 വരും. ഇതാണ് ഈ പോയിന്റുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. 1 കൂളമ്പിനെ ഇൻഫിനിറ്റി മുതൽ ഇവിടെ വരെ ഈ പോയിന്റ് വരെ എത്തിക്കാൻ ആവശ്യമായ വർക്ക്. ഇത് W1 ആദ്യത്തെ വർക്കാണ് ഇത്. ഇൻഫിനിറ്റി മുതൽ ഇവിടെ വരെയുള്ള വർക്കാണ് ഇത്.
ഇൻഫിനിറ്റി മുതൽ ഇവിടെ വരെയുള്ള വർക്കാണ് ഇവിടെയുള്ള പൊട്ടൻഷ്യൽ. ആ വർക്കാണ് ഇത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞാൽ 1 കുളമ്പിനെ ഒരു പോയിന്റ്, ഇപ്പൊ ഈ 2 പോയിന്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞാൽ 1 കുളമ്പിനെ ഇവിടെ വെച്ചാൽ ഇവൻ അതിനെ റിപ്പൽ ചെയ്യുന്നു. ഒരു പോയിന്റ് നിന്ന് മറ്റൊരു പോയിന്റ് വരെയുള്ള വർക്കാണ്, ഈ വർക്കാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പൊ ഇൻഫിനിറ്റി മുതൽ ഇവിടെ വരെയുള്ള വർക്കാണ് ഇത്, ഇവിടെയുള്ള പൊട്ടൻഷ്യൽ. ഇൻഫിനിറ്റി മുതൽ ഇവിടം വരെയുള്ള വർക്കാണ് ഇത്, W2, ഇവിടെയുള്ള പൊട്ടൻഷ്യൽ. അങ്ങനെയാണെങ്കിൽ 1 കുളമ്പിനെ ഇവിടെ മുതൽ ഇവിടെ വരെ കൊണ്ടുവരാനുള്ള വർക്ക് എത്രയാ? ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള വർക്ക് കാണാൻ ഈ വർക്കിൽ നിന്ന് ഈ വർക്ക് മൈനസ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് അത് മൈനസ് ചെയ്യണം. വർക്കാണല്ലോ ഇത് രണ്ടും പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ ആ വർക്കിന്റെ പേരാണ് 1 കുളമ്പിനെ എയിൽ നിന്ന് ബി വരെ കൊണ്ടുവരാനുള്ള വർക്ക് റിക്വയർഡ് ടു ബ്രിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം 1 പോയിന്റ് ടു അനദർ പോയിന്റ്. അത് കാണാൻ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, ഇൻഫിനിറ്റി മുതൽ എ വരെ ഇതാണ് വർക്ക്, ഇൻഫിനിറ്റി മുതൽ ബി വരെ ഇതാണ് വർക്ക്. അപ്പോൾ എ മുതൽ ബി വരെ കാണാൻ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യണം. ഓക്കെ, ആ വർക്കിന്റെ പേരാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. വർക്ക് റിക്വയർഡ് ടു ബ്രിങ് 1 കുളം ഫ്രം എ ടു ബി. 1 കുളമ്പിനെ എ എന്ന് ബിയിൽ എത്തിക്കാനുള്ള വർക്ക്, അതിന്റെ പേരാണ് ആ 2 പോയിന്റ് നമ്മളെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യണം. വി ബി മൈനസ് വി എ വരും. സോ 1/4πε0 Q/R2 മൈനസ് 1/4πε0 Q/R1 വരും. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 1/4πε0 Q ഇൻറ്റു 1/R2 മൈനസ് 1/R1. ഇതാണ് ഈ 2 പോയിന്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എന്ന് വെച്ചാൽ ഇതാണ് വർക്ക് ടു ബ്രിങ് 1 കുളമ്പ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഫ്രം എ ടു ബി. 1 കുളമ്പിനെ എ മുതൽ ബി വരെ എത്തിക്കാൻ ആവശ്യമായ വർക്കായത്, എ മുതൽ ബി വരെ എത്തിക്കാൻ ആവശ്യമായ വർക്ക്. അപ്പോൾ ഈ 1 കുളമ്പിനെ ഇവിടെ 2 പോയിന്റ് ഉണ്ട്, ഒരു പോയിന്റ് എ ഒരു പോയിന്റ് ബി. ഈ ഡിസ്റ്റൻസ് R1, ഈ ഡിസ്റ്റൻസ് R2. അപ്പോൾ 1 കുളമ്പിനെ എയിൽ നിന്ന് ബിയിൽ എത്തിക്കാൻ ആവശ്യമായ വർക്കായത്, അതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ 1 കുളമ്പിനെ എയിൽ നിന്ന് ബിയിൽ എത്തിക്കാൻ ഇത്ര വർക്ക് ചെയ്യണം. അപ്പോൾ 2 കുളമ്പിനെ എത്തിക്കാനോ? 1 കുളമ്പിനെ എത്തിക്കാൻ ആവശ്യമായ വർക്കായത്. അപ്പോൾ 2 കുളമ്പിനെ എത്തിക്കാൻ × 2, 10 കുളമ്പിനെ എത്തിക്കാൻ × 10. ഇത് 1 കുളമ്പിന്റെ വർക്കല്ലേ? 1 കുളമ്പിനെ എ എന്ന് ബിയിൽ എത്തിക്കാനുള്ള വർക്കായത്. അപ്പോൾ 2 കുളമ്പിനെ എത്തിക്കണം × 2 ചെയ്യണം. അങ്ങനെയാണെങ്കിൽ Q0 എന്ന് പറഞ്ഞൊരു ചാർജ്, അതിനെ എയിൽ നിന്ന് ബിയിൽ എത്തിക്കാൻ 1 കുളമ്പിനെ എത്തിക്കാൻ ആവശ്യമായ വർക്കായത്. അപ്പോൾ Q0 എത്തിക്കാൻ × Q0 ചെയ്യണം. സോ വർക്ക് റിക്വയർഡ് ടു ബ്രിങ് Q0 എന്ന് പറഞ്ഞൊരു ചാർജ് ഫ്രം എ ടു ബി. ഇത് 1 കുളമ്പിനെ എത്തിക്കാനുള്ള വർക്കാണ്. അപ്പോൾ Q0 എത്തിക്കാൻ × Q0 ചെയ്യണം. അപ്പോൾ 1/4πε0 Q × Q0 വരും, × 1/R2 മൈനസ് 1/R1. ദിസ് ഈസ് എ വർക്ക് റിക്വയർഡ് ടു ബ്രിങ് എ ചാർജ് Q0 ഫ്രം എ ടു ബി. വർക്ക് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇത് 2 പോസിറ്റീവ് ആണെങ്കിൽ ഇത് അതിനെ റിപ്പൽ ചെയ്യുന്നു. ആ റിപ്പൽഷനെതിരായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ Q0 എയിൽ നിന്ന് ബിയിൽ എത്തിക്കാൻ ആവശ്യമായ വർക്കായത്. ഇനി ഈ വർക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത് R1നെയും R2നെയാണ് അല്ലേ? R1 എന്ന് വെച്ചാൽ ഇത് ഡിസ്റ്റൻസ് ആണ്, R2 എന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ് ആണ്. ഇപ്പൊ ഈ Q0നെയും കൊണ്ട് നമ്മൾ ഈ ഒരു പാത്തിലൂടെ വന്നു. ഇതാണ് നമ്മൾ കൊണ്ടുവരുന്ന പാത്ത്. Q0 എയിൽ നിന്ന് ബിയിൽ എത്തിക്കുന്ന പാത്തായത്. ഈ പാത്ത് വഴി വന്നാൽ ഇതാണ് R1, ഇതാണ് R2. ഇനി സ്ട്രെയിറ്റ് ആയിട്ട് വന്നാലും ഇതാണ് R1, ഇത് തന്നെയാണ് R2. ഇനി Q0നെ കൊണ്ട് ഇങ്ങനെ ഈ ഒരു പാത്ത് വഴി വന്നാലും, ഏത് പാത്ത് വഴി വന്നാലും ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് അല്ലേ R1 R2. അപ്പോൾ ഏത് പാത്ത് വഴി വന്നാലും R1 ഇതാണ്, R2 ഇതാണ്. ഓക്കെ, അപ്പോൾ ഏത് പാത്ത് വഴി വന്നാലും R1ഉം R2ഉം ചേഞ്ച് ആവില്ല. അതുകൊണ്ട് ഈ വർക്കും ചേഞ്ച് ആവില്ല. അപ്പോൾ ഈ വർക്ക് ആരെ ഡിപ്പെൻഡ് ചെയ്യില്ല? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. എന്നാൽ ഈ ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല എവിടെയെല്ലാം, ഈ ചാർജിന്റെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല എവിടെയല്ലോ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിനകത്ത്, ഒരു ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡിനകത്ത് വേറൊരു ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യാൻ ആവശ്യമായ വർക്ക്, ഈ വർക്ക് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഇത് ഡിപ്പെൻഡ് ചെയ്യുക ഇനീഷ്യൽ പൊസിഷനെയും ഫൈനൽ പൊസിഷനെയാണ്, ഈ R1നെയും R2നെയാണ്. വർക്ക് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ പാത്ത്. അതുകൊണ്ട് ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിനെ കൺസർവേറ്റീവ് ഫീൽഡ് എന്ന് വിളിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് എ കൺസർവേറ്റീവ് ഫീൽഡ്. സോ ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് എ കൺസർവേറ്റീവ് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് എ കൺസർവേറ്റീവ് ഫീൽഡ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡിനകത്തുള്ള
ഇലക്ട്രിക് ഫീൽഡിനകത്ത് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് വേറൊരു ചാർജിനെ മൂവ് ചെയ്യാൻ ആവശ്യമായ വർക്ക്, ഈ വർക്ക് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യൂല. ഏത് പാത്ത് വഴി വന്നാലും R1 ഇതാണ്, R2 ഇതാണ്. R1 R2 ചേഞ്ച് ആവില്ല. സോ വർക്ക് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യൂല. ഏത് വർക്ക്? ഇലക്ട്രിക് ഫീൽഡിനകത്തുള്ള ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് വേറൊരു ചാർജിനെ മൂവ് ചെയ്യിക്കാൻ ആവശ്യമായ വർക്ക് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ പാത്ത്. ദ വർക്ക് റിക്വയർഡ് ടു ബ്രിങ് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ പാത്ത്. വർക്ക് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദർഫോർ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് എ കൺസർവേറ്റീവ് ഫീൽഡ്. ഓക്കെ, സോ നമുക്ക് ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് കാണാം. ഓക്കെ, താങ്ക് യു.